ടി.പി. സിന്ധുമോൾ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ബി.ജെ.പിയെ സംശയത്തിൽ നിർത്തുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നേരത്തെ ശ്രീമതി രാധികയും ശ്രീ രാജു പി നായരും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും ഒക്കെ സംസാരിച്ചത് ഒരൊറ്റ കാര്യത്തിലാണ്. അതായത് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ബി.ജെ.പി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. അതിന് ഉദാഹരണമാണ് എയർ ഇന്ത്യ അഴിമതി കേസിലെ CBI അന്വേഷണം അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം. അവിടെ ശ്രീ രാജു പി നായർ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ UPAയുടെ ഭാഗമായിരുന്നപ്പോൾ പ്രഫുൽ പട്ടേലിനെതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കാൻ, മാപ്പ് പറയാൻ BJP നേതാക്കൾ തയ്യാറാകുമോ എന്ന്. ഇവിടെ ഈ രാജ്യത്തെ സംവിധാനങ്ങളെ ആകെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഒരു ഏകാധിപത്യ പ്രവണത ഈ സർക്കാർ കാണിക്കുന്നു എന്ന ആശങ്ക പങ്കുവെക്കുകയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. വെറുതെയല്ല, ഓരോരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട്. ശ്രീമതി ടി.പി. സിന്ധുമോൾ. പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. അദ്ദേഹം BJPയെയും NDAയെയും നരേന്ദ്രമോദിയെയും ഒക്കെ ചീത്ത വിളിക്കാൻ വന്നിരിക്കുകയെന്ന് മനസ്സിലായി. രാജു പി നായർ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പറയാം. രാജു പി നായർ പൊളിറ്റിക്കൽ മൊറാലിറ്റി പറഞ്ഞു, എനിക്ക് തന്ന സമയത്തിൻ്റെ ഇടയിൽ കയറുന്നുണ്ടായിരുന്നു. ഇതാണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റി. രാജു പി നായർ ഈ പറഞ്ഞവരൊക്കെ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് വിട്ട് BJPയിൽ വന്നിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പേര് മറന്നുപോയെങ്കിൽ ഞാൻ പറയാം. ND തിവാരി, നജ്മ ഹെപ്തുള്ള, നാരായൺ റാണെ, ഞാൻ പറയാം, ചൗധരി വീരേന്ദ്ര സിംഗ്, റാവു മിനിറ്റ് മാത്രം സംസാരിച്ചു. ഞാൻ പറയട്ടെ, റീത്ത ബഹുഗുണ, ഞാൻ താങ്കൾക്ക് സമയം തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. താങ്കൾക്ക് സമയം തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സമയം എത്രയായാലും ഞാൻ താങ്കൾക്ക് ഇതിന് മറുപടി പറയാനുള്ള സമയം ഞാൻ തരും. ഞാൻ പറയട്ടെ, പിന്നെ വലിയ ആദർശ ശുദ്ധിയോടെ കോൺഗ്രസ് സംസാരിച്ചു. 2 UPA ഭരണത്തില് 9 സ്കാമുകളാണ് UPA ഗവൺമെന്റിനെതിരെ വന്നത്. തെളിവോ തെളിയാതിരിക്കുമോ എന്നുള്ളതല്ല. ആദർശ ഫ്ലാറ്റ് നിങ്ങൾ ഇങ്ങനെ നരേന്ദ്രമോദി മാനവും മര്യാദയുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. 9 കേസിൽ നിങ്ങൾ 10 വർഷക്കാലത്തിനുള്ളിൽ 9 അഴിമതി കേസുകൾ നിങ്ങൾ വെറുതെ ഏത് കേസ് രജിസ്റ്റർ ചെയ്തു? ഏത് കേസ് രജിസ്റ്റർ ചെയ്തു? സിന്ധുമോളെ അല്പം മാന്യത കാണിക്കുക. അല്പം വ്യക്തിത്വം കാണിക്കുക. 9 കേസിൽ ഏത് കേസിൽ നരേന്ദ്രമോദി FIR ഒന്ന് പറയൂ. നിങ്ങൾക്കെതിരെ വന്നു. നാളെക്കെട്ട് വർത്താനം പറയല്ലേ? നാളെക്കെട്ട് വർത്താനം വന്നിരുന്നിട്ട് നാണത്തോടെ തന്നെ മാനാഭിമാനത്തോടെ തന്നെ സംസാരിക്കുന്ന രാജു നാണം കെട്ട് വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനാണോ? നിങ്ങൾ പറ. പുറത്താക്കിയല്ലോ. കേജ്രിവാളിനെതിരെ പരാതി കൊടുത്തപ്പോ പുറത്താക്കിയിട്ട് ഇന്ന് BJPക്കെതിരെ സമരം ചെയ്യാൻ ഇപ്പൊ മുന്നിക്കൊണ്ടേ നിർത്തിയിട്ടുണ്ടല്ലോ. കേജ്രിവാളിനെതിരെ ആദ്യം കംപ്ലൈന്റ് കൊടുത്തത് ആരാ? നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ നേരെ ED അന്വേഷണം വന്നപ്പോഴത്തേക്കും ED വിളിച്ചാൽ ചോദ്യം ചെയ്യാൻ പോകാത്ത നേതാക്കന്മാരെ തല കുനിഞ്ഞു പോകുന്നു. ലജ്ജാവഹമല്ലേ? നിങ്ങൾ തന്നെ കൊടുത്ത കംപ്ലൈന്റിന്റെ പുറത്ത് അവിടെ ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അന്വേഷണം ആവശ്യപ്പെടുന്നു. ചീഫ് സെക്രട്ടറി അന്വേഷിച്ചപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് കൃത്യമായി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരുന്നു. ED വരുന്നു.
വേണ്ടി ഇതുപോലെ നാടകം കളിക്കുമ്പോ നിങ്ങളെ ആര് വിശ്വസിക്കും? രാജു പി നായർ